മലപ്പുറം കാവന്നൂരിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമുറ്റത്തേക്ക് പാഞ്ഞുകയറി അപകടത്തിൽ കാർ ഡ്രൈവർ പുത്തലം സ്വദേശി മുഹമ്മദ് അലി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി മലപ്പുറത്തു നിന്നും ചേരുകയാണ്. അരുൺ, വലിയ ഒരു അപകടം തന്നെയാണ് തെന്നി മാറിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആ കാറ് ഗേറ്റൊക്കെ തകർത്ത് പൂർണ്ണമായും വീട്ടുമുറ്റത്തേക്ക് കയറി പോവുകയാണ്. ആ സമയത്ത് ഈ ഗൃഹനാഥൻ വീട്ടുമുറ്റത്തുണ്ടായിരുന്നോ? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എങ്ങനെയാണ് മറ്റെന്തെങ്കിലുമൊക്കെ പരിക്കുകളോ മറ്റോ ഉണ്ടോ ആർക്കെങ്കിലും? അതെ അക്ഷയ, വലിയൊരു അപകടം ഒഴിവായി പോയി എന്ന് തന്നെ വേണം പറയാൻ. ഈ കാറ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ ഇത് തിരിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അങ്ങനെ നിയന്ത്രണം വിട്ട് ഈ ഗേറ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിച്ച് ഈ ശബ്ദം കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തുന്നത്. എത്തുമ്പോൾ കാണുന്ന ദൃശ്യം ഇതായിരുന്നു. ഈ കാർ പോർച്ചിൽ ഉണ്ടായിരുന്ന ഫോർച്യൂണർ കാറിനെയും ഇടിച്ച് ഈ ഫോർച്യൂണർ കാറ് ഈ കാറിന് മുകളിലായി നിൽക്കുന്ന ഒരു ദൃശ്യമായിരുന്നു. ഇടിയുടെ അത്രമേൽ ശക്തമായ ഇടിയുടെ ഒരു ആഘാതം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്തായാലും ഡ്രൈവർ അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടു. മറ്റ് യാത്രക്കാരൊന്നും കാറിൽ ഉണ്ടായില്ല എന്നുള്ളതും ആശ്വാസകരമായിരുന്നു. രാവിലെ 7 മണിയോടായിരുന്നു. സമീപത്തുള്ള ആൾക്കാരെല്ലാം കൂടി ഓടിയെത്തിയാണ് ഈ ഡ്രൈവറെ പുറത്തെത്തിക്കുന്നതും. വേറെ ആർക്കും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വീട്ടുമുറ്റത്തൊന്നും മറ്റാരും ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഡ്രൈവർ എന്തായാലും അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു. വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ നമുക്ക് പറയാം. അക്ഷയ, അരുൺ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാറ് വന്ന് ഗേറ്റ് തകർത്ത് വീടിനുള്ളിലേക്ക് കയറുന്നു, നിയന്ത്രണം വിട്ട്. അതിനുശേഷം മറ്റൊരു കാറിന്റെ മുകളിലേക്ക് കയറുന്നു. അത്രമേൽ വലിയൊരു അപകടമാണല്ലേ? മറ്റ് വാഹന അപകടമാണ്, മറ്റു പരിക്കുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ദുരന്ത വാർത്തകളോ ഒന്നുമില്ലാതെ മാറിപ്പോയതല്ലേ? അതെ, ഇപ്പോൾ ഒരു കൗതുക കാഴ്ച പോലെയൊക്കെ നമുക്ക് ഇത് പറയാമെങ്കിലും വലിയൊരു ആഘാതം തന്നെ, വലിയൊരു ഇടിയുടെ ആഘാതം തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഫോർച്യൂണറിന് പിറകിലായി വലിയൊരു വാഹനം തന്നെയാണ് ഈ മാരുതി സ്വിഫ്റ്റിനെ സംബന്ധിച്ച് ഫോർച്യൂണർ. അതിനെയും ഇടിച്ച് ഈ ഫോർച്യൂണർ ഈ സ്വിഫ്റ്റിന്റെ ബോണറ്റിന് മേൽ പതിഞ്ഞ ഒരു അവസ്ഥയായി. അപ്പോൾ അത്രമേൽ ശക്തിയിലായിരിക്കണം ഇടിച്ച്. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം കാർ ഇടിച്ച് കയറുന്നത്. ആ ഗേറ്റും തകർത്ത് മുന്നോട്ട് പോയി. ഗേറ്റ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഈ കാറിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും ഡ്രൈവർ വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അക്ഷയ, വീട്ടുകാരിൽ നിന്നൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ അരുൺ? കാരണം രാവിലെ 7 മണിക്കാണ് ഈ ഒരു സംഭവം. തീർത്തും അപ്രതീക്ഷിതമായിരിക്കുമല്ലോ വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഒരു അപകടം, കാറ് വീട്ടുമുറ്റത്തേക്ക് കയറി വരിക എന്നുള്ളതൊക്കെ. അവരുടെ എന്തെങ്കിലുമൊക്കെ പ്രതികരണമൊക്കെ നമുക്ക് ലഭ്യമായി തുടങ്ങുന്നുണ്ടോ അരുൺ? അതെ, വീട്ടുകാരും പെട്ടെന്നൊരു നടുക്കത്തിലായിരുന്നു. ആകെ ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. ഈ നാട്ടുകാരായാലും 7 മണിയായിരുന്നു. ആ സമയത്തൊക്കെ കുറച്ച് പേര് മാത്രമായിരുന്നു ആ പ്രദേശത്തുണ്ടായിരുന്നത്. ഈ ശബ്ദം കേട്ട് തന്നെയാണ് വീട്ടുകാരും പുറത്തു വന്ന് നോക്കുന്നത്. പുറത്തു വന്ന് അവരും ഒരു അമ്പരപ്പിലായിരുന്നു. ഈ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന് പിറകിലായി വേറൊരു കാർ ഇടിച്ച് നിൽക്കുന്ന ഒരു ദൃശ്യം മാത്രമാണ് അവരാദ്യം കാണുന്നത്. അവരും ഒരു ഞെട്ടലായിരുന്നു. ആരും ഈ തത്സമയം ഇത് കണ്ടതില്ല. ഈ CCTV ദൃശ്യം പുറത്ത് വന്നപ്പോഴാണ് എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായതെന്ന് വ്യക്തമായത്. എങ്കിലും ആ ഒരു ശബ്ദവും പിന്നീട് പുറത്ത് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയും ഇതായിരുന്നു. എന്തായാലും വലിയ പരിക്കുകളൊന്നും ഇല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്നുള്ളത് കൊണ്ട് ആശ്വാസകരമായി എന്നുള്ളത് തന്നെയാണ്. അക്ഷയ, ശരി. അരുൺ അമൃതനാഥ് മലപ്പുറത്ത് നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും വലിയ അപകടമാണ് തെന്നി മാറിയിരിക്കുന്നത്. വലിയ കൗതുകമുണർത്തുന്ന അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്, ഈ വാഹന അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ മലപ്പുറത്ത് നിന്നും കാണുന്നത്.